Xylem Learning അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ നമ്മൾ എല്ലാവരും റെഡി ആണല്ലേ? ആനുവൽ എക്സാം സൂപ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങളെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. വേറൊരു ചാപ്റ്റർ ഒന്നുമല്ല, വിത്തിൻ നമ്പേഴ്സ് സംഖ്യകൾക്കുള്ളിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് വേറെ എവിടുന്നും അല്ല, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഷുവർ ആയിട്ട് നമുക്കൊരു 5 മാർക്ക് ഉറപ്പിക്കാം. ചോദ്യം ഇതാണ്. ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണേ. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഉത്തരമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. 60ൻ്റെയും 12ൻ്റെയും പൊതുഘടകമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാം? ഏതൊക്കെ സംഖ്യയാണ് 60ൻ്റെയും 12ൻ്റെയും പൊതുഘടകമായിട്ട് വരുന്നത് അല്ലേ? വിച്ച് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 60 and 12? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 60യുടെയും 12ൻ്റെയും കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 12ന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാം. എങ്ങനെയാ 12ന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. 12 ഉത്തരമായിട്ട് വരുന്ന 12 ആൻസർ ആയിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ആൻസർ ആയിട്ട് വരണം. 2 നമ്പറുകളെ ഗുണിക്കുമ്പോൾ 12 ഉത്തരമായിട്ട് വരുന്ന സംഖ്യകൾ ഏതെല്ലാം? അപ്പൊ നമുക്കറിയാം 1 × 12 എന്ന് ചെയ്താൽ 12 ഉത്തരം കിട്ടും. അതേപോലെ 2 × 6 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. 3 × 4 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും നമ്പറുകളാണ് 12ന്റെ ഘടകങ്ങൾ. 12ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇനി അടുത്തത് ആരാണ്? 60 ആണല്ലേ? അപ്പൊ 60 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെ? അപ്പൊ നമുക്കറിയാം 1 × 60, 2 × 12 അല്ലേ? 3 × 2 × 12 അല്ല, 2 × 30, 2 6, 3 × 20, പിന്നെയോ 4 × 15, പിന്നെയോ 5 × 12. കഴിഞ്ഞോ? ഇല്ല. 6 × 10, പിന്നെയോ 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല. പിന്നെ ആരെങ്കിലും ഉണ്ടോ? മുട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? ഇത്രയല്ലേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. 6 × 10. ഓക്കെ. അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 60ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, പിന്നെയോ 30 ഉണ്ട്, 60 ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ്? ആരൊക്കെയാ കോമൺ? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് പൊതുവായിട്ടുള്ളത്. 1 ഉണ്ട് പൊതുവായിട്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെയോ 12 ഉണ്ട്, 6 ഉണ്ടല്ലോ. ഈ 6 നമ്മൾ എഴുതാൻ മറന്നു. ഇല്ല, 6ഉം 10ഉം എഴുതാൻ മറന്നു. ഇടാ, 6 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ. അപ്പൊ 6ഉം ഇവിടെ കോമൺ ആണ്. 6ഉം ഇവിടെ കോമൺ ആണ്. അപ്പൊ ആരൊക്കെയാ കോമൺ? ഇത്രയും ആൾക്കാർ കോമൺ ആണ്. 1, 2, 3, 4, 6, 12 ഇവരൊക്കെ കോമൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയൊന്നും കണ്ടുപിടിക്കേണ്ടി വരില്ല. ഒരു 2 or 3 പൊതുഘടകങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. അപ്പൊ എന്താ ചെയ്തേ? 12 എന്ന് പറയുന്ന നമ്പറിനെ ഘടകമാക്കി എഴുതി. അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കണം. മിസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയല്ല, വേറൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം എക്സാമിന് വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാതെ പോകരുത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷമല്ല, ഇനി അടുത്ത വർഷമാണ് നമുക്ക് ചാൻസ് ഉള്ളത് അല്ലേ? അപ്പൊ വജ്ര ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പർ ഇല്ലേ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാർച്ച് 20 വരെ മാത്രമേ നമ്മളുടെ ഏർലി ബേർഡ് ഓഫർ ആയിട്ടുള്ള 20% ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്തിനാ നമ്മൾ വെറുതെ ചാൻസ് മിസ് ചെയ്യുന്നത് അല്ലേ? അതേപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച് കൂടിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വജ്ര ബാച്ചിൽ ഫസ്റ്റ് മുതലേ പഠിച്ച് സെറ്റായിട്ട് വരാം.